പ്രിയ കുട്ടികളെ, വീണ്ടും ഒരു ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരു രേഖ വരച്ച് അത് മറ്റൊരു രേഖ വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജോഡി കോണുകളെ രേഖീയ ജോഡികൾ എന്ന് പറയുന്നു. From a line, draw another line, make a pair of angle known as linear pair. The sum of linear pair 180 degree. If you get the measure of one angle, to find out the other angle, 180 minus the measure of given angle. ഇതില് ഏതെങ്കിലും ഒരു കോണിന്റെ അളവ് തന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ 180 നിന്നും തന്നിരിക്കുന്ന കോണിന്റെ അളവ് കുറച്ചാൽ മതി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് അതിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഒന്ന് പഠിക്കാം. ഇത് എ ബി എന്നൊരു ലൈന് വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സി ഡി എന്ന മറ്റൊരു ലൈന് വരച്ചപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ ആണ്. ഇതില് ഒരു ആംഗിളിന്റെ അളവ് 75 ഡിഗ്രി 75 ഡിഗ്രി ആണ്. എങ്ങനെയാണെങ്കിൽ മറ്റേ ആംഗിളിന്റെ അളവ് എത്രയായിരിക്കും ഇത് കണ്ടുപിടിക്കാന് 180 മൈനസ് 75 സമം 105 ഡിഗ്രി 105 ഡിഗ്രി 105 ഡിഗ്രി. ഈ ആംഗിളിന്റെ പേരുകൾ എന്തൊക്കെയാണ് തരിക? ഈ ആംഗിളിന്റെ പേര് DCB, ആംഗിൾ DCB. ഈ ആംഗിളിന്റെ പേര് ആംഗിൾ ACD, ആംഗിൾ ACD. ഇതൊരു പെയർ ലീനിയർ പെയർ ആണ്. ആംഗിൾ DCB, ആംഗിൾ ACD. ഇതിൽ DC എന്ന് പറയുന്ന വശം അല്ലെങ്കിൽ CD എന്ന് പറയുന്ന വശം രണ്ടിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. CD ഈ ലൈന് രണ്ട് ആംഗിളിനും കോമൺ ആണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അതൊരു ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി ആവുകയുള്ളൂ. രണ്ട് ആംഗിളുകൾ ചേർന്നാണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയുന്നത്. ആ രേഖീയ ജോഡി ആവണമെങ്കിൽ അല്ലെങ്കിൽ ലീനിയർ പെയർ ആവണമെങ്കിൽ അതില് ഒരു വശം ഒരു സൈഡ് രണ്ടിലും പൊതുവായിട്ട് കോമൺ ആയിട്ട് വരും. CD എന്നുള്ള സൈഡ് ACD എന്ന ആംഗിളിലുണ്ട്, BCD എന്ന ആംഗിളിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി ആവുകയുള്ളൂ. അപ്പൊ ഇത് രേഖീയ ജോഡി ACD BCD അല്ലെങ്കിൽ DCB ACD. തിരിച്ചും എഴുതാം. ഇതിന്റെ അളവ് 75 ഡിഗ്രിയാണ്, ഇതിന്റെ അളവ് 105 ഡിഗ്രി. ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ഈ CD ടു ബിലോ താഴേക്കൊന്ന് നീട്ടാം. ഈ CD എന്നുള്ള ലൈന് നമുക്കൊന്ന് താഴേക്ക് നീട്ടാം. ഈ എന്ന് പേര് കൊടുക്കാം. നോക്കൂ കുട്ടികളെ, ഇപ്പോ ഈ ചിത്രത്തില് എത്ര ആംഗിളുകൾ കോണുകളുണ്ട് നോക്കൂ. 4 ആംഗിൾസ് അല്ലെ, 4 ആംഗിളുകളാണ്, കോണുകളാണ് ഈ ചിത്രത്തിലുള്ളത്. മുകളിൽ 2 എണ്ണം, അതേപോലെ താഴെയും 2 എണ്ണം. അപ്പം ഇതിന്റെ 75ഉം ഇത് 105. ഇപ്പൊ താഴെയുള്ള കോണുകളുടെ അളവുകൾ എങ്ങനെയായിരിക്കും വരിക? ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ വരയെ ഒന്ന് ഹൈഡ് ചെയ്യാം, മറയ്ക്കാം. ഇപ്പോ DE എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈന്, അതിന്ന് AC എന്നൊരു ലൈന് വരച്ചിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും മുകളിൽ കണ്ടത് പോലെ തന്നെ എന്താണ്? ഒരു രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ ആണ്. ഏതൊക്കെയാണ്? ACE ACD. ഇത് ഒരു ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. അപ്പൊ ഇതിന്റെ അളവ് എത്രയായിരിക്കും വരിക? രണ്ടും രേഖീയ ജോഡിയാണെങ്കിൽ, ലീനിയർ പെയർ ആണെങ്കിൽ 180 നിന്ന് 105 കുറച്ചാൽ മതി. 180 കുറയ്ക്കണം 105 സമം 75 ഡിഗ്രി. അപ്പൊ ഇതിന്റെ അളവ് 75 ഡിഗ്രി. ഇനി ഈ ആംഗിളിന്റെ അളവ് നമ്മള് ഇത് ഹൈഡ് ചെയ്ത് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ നോക്കുക, AB എന്നൊരു സ്ട്രൈറ്റ് ലൈന്, താഴേക്ക് CE എന്നൊരു ലൈന് വരച്ചിരിക്കുന്നു. അപ്പോ ഇത് രണ്ടും എന്താണ്? ലീനിയർ പെയർ തന്നെയാണ്. അപ്പൊ ഇതിന്റെ അളവ് 180 കുറയ്ക്കണം 75 സമം 105 ഡിഗ്രി. ഇതിന്റെ അളവും 105 ഡിഗ്രി. ഇനി
ഇങ്ങനെ നോക്കാം. DE എന്നുള്ള ഒരു സ്ട്രൈറ്റ് ലൈന് ഇവിടെ മറച്ചു പിടിച്ചു കഴിഞ്ഞാല് DE എന്നുള്ള സ്ട്രൈറ്റ് ലൈന്, അതിൽ നിന്ന് വരച്ചിരിക്കുന്ന ഒരു ലൈന് CB. അപ്പൊ ഇത് രണ്ടും ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. അപ്പോ when two lines are intersect each other we get 4 linear pair. രണ്ട് വരകൾ പരസ്പരം കൂട്ടിമുട്ടി കടന്നു പോകുമ്പോൾ നമുക്ക് 4 ജോഡി രേഖീയ ജോഡികൾ ലഭിക്കുന്നു. ഇത് മുകൾ ഭാഗത്തെ ഒരു ജോഡി, താഴെ ഭാഗത്ത് വേറൊരു ജോഡി, ഇടത് ഭാഗത്ത് ഒരു ജോഡി, വലത് ഭാഗത്ത് വേറൊരു ജോഡി. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാത്തിന്റെയും പേര് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ അറിയണം, അളവുകൾ എഴുതാൻ അറിയണം. അപ്പൊ നമ്മൾ ആദ്യം വരച്ചപ്പോ ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. ABCD എന്ന ലൈന് മേക്ക് 2 ആംഗിൾസ്, ലീനിയർ പെയർ ആയിട്ടുള്ള ഒരു പെയർ ആംഗിള്. ആ CD എന്ന ലൈനെ ഒന്ന് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോ നമുക്ക് 4 ആംഗിൾ കിട്ടി. അതോടൊപ്പം തന്നെ 4 ജോഡി രേഖീയ ജോഡികളും കിട്ടി. We get 4 pair of linear pair. Above one pair, below another pair, left side third pair, right side fourth pair. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഈ ഓരോ പെയറും കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം നമുക്ക് ഈ വര തൽക്കാലത്തേക്ക് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു പെയർ ലീനിയർ പെയർ കാണാം. അടുത്തത് ഇവിടെ മറച്ചു പിടിക്കുക, അല്ലെങ്കിൽ സൈഡ് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡില് ഒരു പെയർ ലീനിയർ പെയർ കിട്ടാം. ഇത് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ഒരു പെയർ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ മറച്ചു പിടിച്ചു കഴിഞ്ഞാലോ ഈ സൈഡിലുള്ളത് കിട്ടും. അപ്പൊ ഈ ചിത്രത്തില് 4 പെയർ ലീനിയർ പെയർ നമുക്ക് എഴുതി നോക്കാം. ACDBC നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞു ഒന്നാമത്തെ. രണ്ടാമത്തെ പെയർ ഏതാണ്? നമ്മൾ ഈ വര മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ നോക്കുക ഏതാണ്? ACD ACE ആംഗിൾ ACD ആംഗിൾ ACE. ഇതാണ് AC എന്നുള്ള സൈഡ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ACD ആംഗിൾ ACE. ഇത് നമ്മൾ മുകളിലുള്ള വര മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ACE BCE ആംഗിൾ ACE ആംഗിൾ BCE. CE എന്നുള്ള ലൈന് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നു. അടുത്തത് ഇവിടെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പെയർ കിട്ടും. BCD BCE ആംഗിൾ BCD ആംഗിൾ BCE. 4 പെയർ ലീനിയർ പെയർ. 1 2 3 4 4 pair of linear pairs. When 2 lines are intersect each other, we made 4 pair of linear pair. 2 വരകൾ പരസ്പരം കൂട്ടിമുട്ടി കടന്നു പോകുമ്പോൾ നമുക്ക് 4 ജോഡി രേഖീയ ജോഡികൾ കിട്ടുന്നു. മുകൾ ഭാഗത്തൊന്ന്, താഴെ ഭാഗത്തൊന്ന്, ഇടത് ഭാഗത്തൊന്ന്, വലത് ഭാഗത്ത് വേറൊന്ന്. ഇതിന്റെ അളവ് 75 ഡിഗ്രി. ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് 180 75 കുറച്ചാൽ 105. ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. ഇത് 105 ആണെങ്കിൽ 180 105 കുറച്ച് കഴിഞ്ഞാൽ 75. ഇത് രണ്ട് ഇങ്ങനെ ലീനിയർ പെയർ ആണ്, ഇങ്ങനെ ലീനിയർ പെയർ ആണ്. അപ്പൊ ഇതിന്റെ അളവ് കിട്ടാൻ 180 നിന്ന് 75 കുറച്ച് കഴിഞ്ഞാൽ 105. ഈ രീതിയിൽ നമുക്ക് എല്ലാ ലീനിയർ പെയറിന്റെയും രേഖീയ ജോഡികളുടെയും പേരുകളും അളവുകളും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ചിത്രത്തിൽ നോക്കൂ. 2 വരകൾ പരസ്പരം കൂട്ടിമുട്ടി കടന്നു പോകുന്നു. നമുക്ക് പേര് കൊടുക്കാം. P Q R S. P Q R S. ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് നമുക്ക് A എന്ന് പേര് കൊടുക്കാം. ഇതിന്റെ അളവ് 60 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിളിന്റെ അളവ് PAR എന്ന ആംഗിളിന്റെ അളവ് 60 ഡിഗ്രി ആണ്.
എങ്കിൽ ഈ ആംഗിളിന്റെ അളവ് എത്രയായിരിക്കും വരിക? രണ്ട് ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്. അപ്പൊ ഇതിന്റെ അളവ് 180 നിന്നും 60 കുറച്ചു കഴിഞ്ഞാല് 120 ഡിഗ്രി. ഇത് 120 ഡിഗ്രി. അതേപോലെ ഇതിന്റെ അളവ് എത്രയായിരിക്കും? ഇത് രണ്ട് ലീനിയർ പെയർ ആണ്. അപ്പൊ ഇതിന്റെ അളവ് 180 നിന്ന് 60 കുറച്ചാൽ 120 ഡിഗ്രി. ഇവിടെയും 120 ഡിഗ്രി. ഇതിന്റെ അളവ് ഇങ്ങനെ രണ്ട് രീതിയിൽ നോക്കാം. ഈ രീതിയിൽ നോക്കാം, ഇങ്ങോട്ട് നോക്കാം. 180 നിന്നും 120 കുറച്ച് കഴിഞ്ഞാല് 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി. 60 ഡിഗ്രി. ഇപ്പം എല്ലാ കോണിന്റെയും അളവ് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ലീനിയർ പെയറുകൾ ഏതൊക്കെയാണെന്ന് എഴുതാം. ശരിക്കും ശ്രദ്ധിക്കുക. ആദ്യം മുകളിലുള്ളൊരു പെയർ എഴുതാം നമുക്ക്. PAR ആംഗിൾ PAR. അതിന്റെ ജോഡിയായിട്ട് വരുന്നത് QAR. ഈ ഒരു പെയറാണ്, അതിനെ മാർക്ക് ചെയ്യുന്നതാണ്. ഈ പെയറാണ് നമ്മൾ എഴുതിയത്. ഈ വര മറച്ചു പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ കാണുന്നത് PAR QAR. ഇത് നമ്മൾ അടുത്ത ഇത് മറച്ചു പിടിക്കുകയാണ്. അപ്പൊ നമുക്ക് ആംഗിൾ കാണാം. നോക്കൂ, PAR PAS ആംഗിൾ PAR ആംഗിൾ PAS. കോൺ PAR കോൺ PAS. ഇത് രണ്ടാമത്തെ പെയർ. ഇനി നമ്മള് ഇവിടെ മുകൾ ഭാഗത്ത് മറച്ചു പിടിച്ച് നോക്കൂ. PAS QAS ആംഗിൾ PAS ആംഗിൾ QAS. മൂന്നാമത്തെ പെയർ. ഇനി അടുത്തത് ഇവിടെ മറച്ചു പിടിക്കുക. ഇവിടെ മറച്ചു പിടിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? QAS QAR ആംഗിൾ QAS. മൂന്നാമത്തെ പെയർ ആംഗിൾ QAS. ഇത് നാലാമത്തെ പെയർ. അങ്ങനെ നമുക്ക് 4 പെയർ രേഖീയ ജോഡികൾ. അഥവാ ലീനിയർ പെയേഴ്സ്. 4 ജോഡി രേഖീയ ജോഡികളുടെയും പേരുകൾ നമുക്ക് ശരി കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോന്നും കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ ഭാഗത്തും ഇതുപോലെ മറച്ചു പിടിക്കുക. അത് നമുക്കൊരു ജോഡി കിട്ടും. ഇതിന്റെ പേര് എഴുതി, ഏതിന്റെ പേരാണ് എഴുതിയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഈ മറച്ചു. അപ്പൊ ഈ 2 കോണിന്റെ പേരുകൾ നമുക്ക് കിട്ടി. ഇവിടെ 2 വരകൾ രേഖപ്പെടുത്തി. അടുത്ത മുകളിൽ മറച്ചു പിടിച്ചപ്പോൾ താഴെയുള്ള കോണിന്റെ അളവ് പേരുകൾ കിട്ടി. അത് മാർക്ക് ചെയ്തു എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ വര മറച്ചു പിടിച്ചപ്പോ നമുക്ക് അടുത്തത് കിട്ടി. ഇങ്ങനെ എല്ലാ ലീനിയർ പെയറിന്റെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. നോക്കൂ, ചിത്രത്തില് 2 60 ഡിഗ്രിയുള്ള കോണുമുണ്ട്, 2 120 ഡിഗ്രി അളവുള്ള കോണുകളുമുണ്ട്. അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു 120 കോണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന് കൃത്യം എതിരായിട്ട് ആണ് ഈ 120 കോണ് തിരിഞ്ഞു നിൽക്കുന്നത്. നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നേരെ വിപരീത ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജോഡി കോണുകൾ. ഇങ്ങനെയുള്ള കോണുകൾക്കാണ് എതിർകോണുകൾ. എതിർകോണുകൾ. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എതിർകോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഒരു ആംഗിളിന് കൃത്യമായിട്ട് എതിരായി നിൽക്കുന്ന 2 വരകളുടെയും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എതിരായി നിൽക്കുന്ന ഒരു ജോഡി കോണുകൾക്കാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ വേറൊരു ഓപ്പോസിറ്റ് ജോഡിയും കൂടി ഉണ്ടല്ലോ.
അതേതാണ്? നോക്കൂ, ഈ 60 ഡിഗ്രിയുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രത്യേകം മാർക്ക് ചെയ്യുന്നത്. 60 ഡിഗ്രിയുള്ള വേറൊരു പെയറുണ്ട്. ഇതൊന്നും തിരിഞ്ഞു നിൽക്കുമ്പോ ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആംഗിള്. ഇപ്പോ when two lines are intersect each other, we made a two pair of opposite angles. രണ്ട് വരകൾ പരസ്പരം കൂട്ടിമുട്ടി കടന്നു പോകുമ്പോൾ നമുക്ക് ആ വരകൾക്കിടയിൽ രണ്ട് ജോഡി എതിർ കോണുകൾ കിട്ടുന്നു. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓരോ ജോഡി എതിർ കോണുകളും തുല്യമായിരിക്കും. ഇതിന്റെ എതിർ കോൺ ഇതാണ്. ഇത് രണ്ടും 120 ഡിഗ്രി. ഇതിന്റെ എതിർ കോൺ ഇങ്ങോട്ട്, ഇത് രണ്ടും 60 ഡിഗ്രി വീതം. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓരോ ജോഡി എതിർ കോണുകളും തുല്യമായിരിക്കും. അപ്പൊ നമുക്കിത് എതിർ കോണിന്റെ ജോഡികൾ ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യം ഈ കോണിന്റെ പേര് എന്താണ്? QAR. ആംഗിൾ QAR. ഈ 120 ഡിഗ്രി ഉള്ളതിന്റെ നേരെ എതിരായി വരുന്ന ഏതാണ്? PAS. ആംഗിൾ PAS. കോൺ QAR, കോൺ PAS. അതേപോലെ അടുത്തത് ഏതാണ് വരുന്നത്? 60 ഡിഗ്രി ഉള്ളതാണ്. PAR. കോൺ PAR. അതിന്റെ എതിരായിട്ട് വരുന്നത് QAS. QAS. ഇതാണ് ഇതിലെ എതിർ കോണിന്റെ ജോഡി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കൂ. when two lines are intersect each other, line M, N and PQ intersecting point R. MN എന്ന വരയും PQ എന്ന വരയും R എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ആംഗിൾ PRN is equal to 45 degree. What is the measure of this angle? 180 minus 45 is equal to 135 degree. 135 degree. ഇതിന്റെ അളവ് 180 കുറയ്ക്കണം 135. 45 ഡിഗ്രി. ഇതിൻ്റെത് 135 ഡിഗ്രി. ഇനി ഇതില് കൃത്യമായിട്ട് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് എഴുതാം. രേഖീയ ജോഡികൾ, ലീനിയർ പെയേഴ്സ്. അത് നമുക്ക് മുകളിലത്തെ ആംഗിൾ നോക്കാം. MRP. കോൺ MRP. അതിന്റെ ജോഡിയായിട്ട് വരുന്നത് NRP. NRP. ഈ കോൺ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ ആംഗിള് നോക്കാം. MRP. ആംഗിൾ MRP. അതിന്റെ ജോഡിയായിട്ട് വരുന്നത് MRQ. MRQ. അടുത്ത ഇത് വരുന്നത് രണ്ടാമത്തെ പെയർ മാർക്ക് ചെയ്ത് താഴെയുള്ള മാർക്ക് ചെയ്യാം. MRQ. MRQ. NRQ. NRQ. മൂന്നാമത്തെ പെയർ. ലാസ്റ്റ് പെയർ PRN. PRN. QRN. QRN. നാലാമത്തെ പെയർ. ഇതില് ഓപ്പോസിറ്റ് ആംഗിൾസ് അടുത്ത് മാർക്ക് ചെയ്യാം. 45 ഡിഗ്രിയുള്ള ഈ ആംഗിളിന്റെ പേര് എതിർ കോണ്. എതിർ കോണുകൾ. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ ആംഗിളിന്റെ പേരെന്താണ്? PRN. PRN. അതിന് പെയറായിട്ട് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? അത് നമ്മൾ തിരിഞ്ഞിരിക്കുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിൽക്കുന്ന ഈ ആംഗിൾ ആണ്. അതിന്റെ അളവ് അളവെന്ന പേര് MRQ.
ആർ ക്യൂ. അടുത്ത പെയറ് ഇതാണ് എം ആർ പി. അതിന്റെ ജോഡി എൻ ആർ ക്യൂ. എൻ ആർ ക്യൂ. എൻ ആർ ക്യൂ. ഇതാണ് ഓപ്പോസിറ്റ് ആംഗിള്. അതുപോലെ ലീനിയർ രേഖീയ ജോഡിയും എങ്ങനെയാണ് ഒരു ചിത്രത്തിൽ നിന്ന് അളവുകളൊക്കെ രേഖപ്പെടുത്തി നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് വർക്കുകൾ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. അത് കൃത്യമായിട്ട് ചെയ്ത് തിരിച്ചയച്ചു തരണം. ഓക്കെ, താങ്ക് യു.